എല്ലാവർക്കും റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ ആദ്യമായി കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകളും മറ്റ് സർക്കാർ അറിയിപ്പുകളുമാണ് റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയിരിക്കുന്നു. 2025 ഡിസംബർ വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള ഗുണഭോക്താക്കൾക്ക് ഒരേ സമയം ഈ അവസരം പ്രയോജനപ്പെടുത്താനുമാവും. PMAY വെബ്സൈറ്റിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 92.61 ലക്ഷത്തിലധികം വീടുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. സ്വന്തമായി വീടില്ലാത്ത ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. വരുമാനം, സാമൂഹിക വിഭാഗം, ഭവനനില എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. നഗരമേഖലയിൽ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ താഴെ പറയും പ്രകാരമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം 3 ലക്ഷം വരെ വാർഷിക വരുമാനം ലഭിക്കുന്നതും സ്വന്തമായി നിലവിൽ വീടില്ലാത്തവരും ആയിരിക്കണം. നിലവിൽ നഗരപ്രദേശങ്ങളിലെ ചേരികളിലോ അനധികൃത സ്ഥലങ്ങളിലോ താമസിക്കുന്ന കുടുംബങ്ങൾക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും. ഇനി പറയുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. സ്ഥിരതയും ഉറപ്പുമുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക്, സ്വന്തമായി വാഹനമുള്ളവർ, സ്വന്തമായി കാർഷിക യന്ത്രവൽകൃത കാർഷിക ഉപകരണങ്ങൾ ഉള്ളവർ, 50,000 രൂപയിൽ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ, കുടുംബത്തിൽ സർക്കാർ ജോലി ഉള്ളവർ, ആദായ നികുതിയോ തൊഴിൽ നികുതിയോ അടക്കുന്നവർ, 2.5 ഏക്കറോ അതിൽ കൂടുതലോ ജലസേചന സൗകര്യമുള്ള ഭൂമിയുള്ളവർ, ഇത്തരത്തിൽ ഉള്ളവർക്കൊന്നും അപേക്ഷിക്കാൻ യോഗ്യതയില്ല. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ അർഹതപ്പെട്ടവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.